അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പെങ്ങളെ രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? അല്ലാഹുവിന്റെ പരലോകത്ത് നാണം കെടുത്തിയിട്ട് അല്ലാഹു കൊണ്ടുവരുന്ന രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, രണ്ടാമത്തെ വിഭാഗമാരാ? ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുന്നവര്, ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുന്നവര്. അല്ലാഹുവേ, ഒരു ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റിരിക്കുകയാണ്, ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ വീഴ്ച വരുത്തിയാൽ നാളെ നാണം കെടുത്തുന്നവനെ പോലെ അല്ലാഹു കൊണ്ടുവരികയാ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, നാളെ നാണം കെടുത്തിയിട്ട് പടച്ച റബ്ബ് കൊണ്ടുവരുന്ന രണ്ടാമത്തെ വിഭാഗമാരാ? ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു. പടച്ചവനെ, പള്ളിയിലെ ഖതീബ് എന്ന് പറയുന്നത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഇമാമിരിക്കുന്ന സ്ഥാനം, ഇമാമിന്റെ പവർ കാണിക്കമടോ. പറയേണ്ടത് പറയണം. ജമാഅത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് വല്ലാത്ത ഒരു സ്ഥാനമാണ്. സെക്രട്ടറി എന്ന് പറയുന്നത് വല്ലാത്തൊരാസ്ഥാനമാണ്. പടച്ചവനെ, ആ ഉത്തരവാദിത്തങ്ങളിൽ അവര് വീഴ്ച വരുത്താൻ പാടില്ല. അത് രാജ്യം ഭരിക്കുന്ന കാര്യമാകട്ടെ, സംസ്ഥാനം ഭരിക്കുന്ന കാര്യമാകട്ടെ, ഒരു മഹല്ല് പരിപാലിക്കുന്ന കാര്യമാകട്ടെ, പടച്ചവനെ എന്തുമാകട്ടെ, അവനവൻ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്താൻ പാടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ, ഞങ്ങളൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ കേന്ദ്രമന്ത്രിയോ ആരുമല്ല, MP അല്ല, MLA അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് പോലുമല്ല, പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്? ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഉപ്പമാരേ, നിങ്ങളൊരു ഭരണാധികാരിയാ. എവിടെയാണ് നിങ്ങൾ ഭരണാധികാരി എന്നറിയുമോ? നിങ്ങൾ എവിടത്തെ ഭരണാധികാരിയാണെന്നറിയോ? നിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് നീ. നിന്റെ ഭാര്യയുണ്ടല്ലോ, നിന്റെ മക്കളുണ്ടല്ലോ, അവരുടെ ഭരണാധികാരിയാണ് നീ. പടച്ചവരെ, നബി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. അല്ലാഹു അവന്റെ മുഖത്ത് നോക്കില്ല, അവരോട് കരുണ കാണിക്കില്ല, അല്ലാഹു അവരോട് സംസാരിക്കില്ല, അല്ലാഹു ഒരു പരിഗണനയും കൊടുക്കൂല. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നാണം കെട്ട് വരുന്ന രണ്ടാമത്തെ വിഭാഗമാരാ? അതൊരു വാപ്പയാണ്. ഏതു വാപ്പയെന്നറിയുവോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത വാപ്പാ. നിന്റെ ഭാര്യ ചെയ്യുന്നത് തെറ്റാണെന്ന് നിനക്കറിയാം, നിന്റെ മക്കള് ചെയ്യുന്നത് പാവമാണെന്ന് നിനക്കറിയാം, നീ തിരുത്തൂല. നിസാരമായി കാണുകയാണ്. നീ 5 വഖത്ത് നിസ്കരിക്കുന്നവനാകട്ടെ, നീ ഹജ്ജ് ചെയ്യുന്നവനാകട്ടെ, നീ എത്ര വലിയ നന്മ ചെയ്യുന്നവനാകട്ടെ, നാളെ നാണം കെടുത്തി അല്ലാഹു നിന്നെ പരലോകത്തേക്ക് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെയൊക്കെ ഭാര്യമാര്, ഈ സദസ്സിലിരിക്കുന്ന സഹോദരങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ഭാര്യമാരെത്ര തെറ്റ് ചെയ്യുന്നവരാണ്? നിസ്കരിക്കാത്തവരില്ലേ? ശരീരം മറയ്ക്കാത്തവരില്ലേ? നമ്മുടെ മക്കളെ കുറിച്ച് ചിന്തിക്കടോ. നീ 5 വഖത്ത് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവനാണ്, നിന്റെ മക്കളെ നിസ്കരിക്കാറുണ്ടോ? സഹോദര, അവർക്ക് നിസ്കാരം നിർബന്ധമല്ലേ? 7 വയസ്സുള്ള ഒരാളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്നാണ്. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലി നമസ്കരിപ്പിക്കണമെന്നാണ്. എന്തേ വാപ്പാ നിനക്കത് ചെയ്യാൻ പറ്റാത്തത്? നീ വെളുപ്പാങ്കാലത്ത് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പള്ളിയിൽ വരുന്ന വാപ്പാ, ആ നിക്കാഹ് നടക്കുന്ന നിന്റെ വീടിന്റെ അകത്ത് നിങ്ങൾ കാണിക്കുന്ന രംഗങ്ങൾ സഹിക്കാൻ പറ്റുമോ? എന്തെല്ലാം അനാചാരങ്ങളാണ് സമുദായത്തിന് പോലും നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ വീടുകളിൽ നിന്ന് നിക്കാഹ് നടക്കുന്ന വേദികളിൽ ഇന്നെന്തെല്ലാം പേക്കൂത്തുകളാണ് നടക്കുന്നത്. ചോദിക്കുമ്പോ
നീ പറയുന്ന മറുപടി ഉസ്താദേ ഞാൻ പറഞ്ഞ മക്കള് കേൾക്കൂല. എന്തൊരവസ്ഥയാ സഹോദരാ, എന്തൊരവസ്ഥയാ സഹോദരാ. നിന്റെ സ്വന്തം ഭാര്യയെ നിനക്ക് നന്നാക്കാൻ പറ്റുന്നില്ല, നിന്റെ മക്കളെ നന്നാക്കാൻ പറ്റുന്നില്ല. നീ പിന്നെ എങ്ങനെയാ നാട്ടുകാരെ നന്നാക്കുന്നത്? ആദ്യം സ്വന്തം നന്നാകു, നിന്റെ ഭാര്യയെ നന്നാക്കു, നിന്റെ മക്കളെ നന്നാക്കു. നീയല്ലേ അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത്, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കുന്നത് നീയല്ലേ? നിന്റെ ഭാര്യയ്ക്ക് വേണ്ടത് മുഴുവനും കൊടുക്കുന്നത് നീയല്ലേ? നിന്റെ മക്കൾക്ക് വേണ്ടത് മുഴുവനും കൊടുക്കുന്നത് നീയല്ലേ? പിന്നെ എന്തുകൊണ്ട് നിനക്ക് കഴിയുന്നില്ല? പച്ചയായ ഹറാം നിന്റെ വീടുകളിൽ നടക്കുമ്പോ ഇത് പാപമാ, ഇത് പാപമാ, ഇത് ഈ വീടിന്റെ അകത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നാണം കെടുത്തിയിട്ട് അല്ലാഹു കൊണ്ടുവരുന്ന രണ്ടാമത്തെ വിഭാഗം തന്റെ ഭാര്യയും തന്റെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ട് തിരുത്തൂല. തന്റെ ഭാര്യയും മക്കളും, സ്വന്തം ഭാര്യ ഔറത്ത് പോലും മറയ്ക്കാതെ വസ്ത്രം ധരിച്ച് നടക്കുന്നു. വഅദിന് വരുമ്പോ ഫർദയാ, വഅദിന് വരുമ്പോ ഫർദയൊക്കെ ഇട്ട് നല്ലപോലെ നടക്കുന്നു. കുടുംബത്തിലൊരു കല്യാണം വന്ന് നോക്കിക്കെ ചുരിദാർ സാരി ഉടുത്തോണ്ട് നടക്കും. അപ്പൊ താത്താനോട് ചോദിക്കും, നീ എന്ത് ഫർദ ഇടാത്തെ? എടാ 5000ഉം 10000ഉം കൊടുത്ത് ചുരിദാർ വാങ്ങിച്ചിട്ട് അത് അകത്തിട്ടുകൊണ്ട് നടക്കാനുള്ളതാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റുകൾ തിരുത്താൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. മക്കൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഇന്ന് രാവിലത്തെ പത്രം കണ്ടതല്ലേ? 14 വയസ്സുള്ള ഒരു മകൻ തന്റെ ഉമ്മയുടെ കഴുത്തിൽ കത്തി കൊണ്ട് മുറിച്ച ഒരു രംഗം. ഗെയിം കളിക്കാൻ മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ തന്റെ ഉമ്മയുടെ കഴുത്തിൽ കത്തിയെടുത്ത് കുത്തിയ മകന്റെ വാർത്ത ഇന്ന് വായിച്ചവരല്ലേ? എന്തെല്ലാം അവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം അവസ്ഥ, ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ എന്തെല്ലാം. മക്കളെ നന്നാക്കാൻ മാതാപിതാക്കൾക്ക് സമയമില്ല, വാപ്പയ്ക്ക് മക്കളെ നന്നാക്കാൻ സമയമില്ല. നാട്ടുകാരുടെ മക്കളുടെ കാര്യം നോക്കാനാ വാപ്പയ്ക്ക് സമയം. സ്വന്തം മക്കളെ നന്നാക്കാൻ പറ്റുന്നില്ല. നിന്റെ ഉത്തരവാദിത്തമല്ലേ? അള്ളാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ നിന്റെ ഭാര്യ. അത് അല്ല നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് നിന്റെ ഭാര്യ. നിന്റെ മക്കൾ അത് അല്ല നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. നീയാണ് അവരുടെ കാര്യങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറയുന്ന രീതിയിൽ വളർത്താൻ നിന്നെ കൊണ്ട് കഴിയണം. ആ ഉത്തരവാദിത്തം നീ ഏൽക്കാതെ വന്നാൽ, ആ ഉത്തരവാദിത്തത്തിൽ നീ വീഴ്ച വരുത്തിയാൽ നാളെ അള്ളാഹു നിന്നോട് കരുണ കാണിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിനക്കറിയാം ടി വി കാണുന്നത്, സിനിമ കാണുന്നത്, സീരിയൽ കാണുന്നത് ഇതൊക്കെ തെറ്റാണെന്നറിയാത്ത ആരാവുള്ളേ? എത്രയോ കാലം കൊണ്ട് ഉസ്താദന്മാര് വഅദ് പറയുമ്പോ പറയാറുണ്ട്, സീരിയൽ കാണരുത്, സീരിയൽ കാണരുത്, അതൊരു ലഹരിയാണ്, അത് മനുഷ്യൻ അത് അഡിക്റ്റാക്കി കളയും. ഓരോ ദിവസവും സീരിയൽ നിർത്തുമ്പോൾ നാളെ കാണാൻ കഴിയുന്ന രീതിയിൽ അവർക്കൊരാഗ്രഹം ഉണ്ടാക്കുന്ന രീതിയിൽ അത് നിർത്തുന്നത്. നമ്മുടെ വീടുകളിൽ ഇബാദത്ത് ഉണ്ടായിരുന്നു, ഇന്ന് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ അതിന്റെ മുമ്പിൽ പോയിരിക്കുന്നു. എത്രയോ കാലം കൊണ്ട് വഅദ് പറയുന്ന ഉസ്താദന്മാര് പറയുന്നു, ഇത് കാണരുത്, ഇത് മനുഷ്യന് നല്ലതല്ല. ഇപ്പൊ പറയുന്നു, പടച്ചവനെ അത് നല്ലതല്ല എന്ന്. ഇപ്പൊ പറയുന്നു, 2 സീരിയലിൽ കൂടുതൽ കാണാൻ പാടില്ല. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് സീരിയൽ കാണുമ്പോൾ അതിനകത്ത് ഒരു കുടുംബജീവിതം, ഒരു ഭാര്യ, ഭർത്താവ്, ഭർത്താവിന്റെ ഉമ്മ, ആ കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം മോശമായ സ്വഭാവങ്ങൾ, വൈരാഗ്യമുണ്ടാക്കുന്ന രീതികൾ. ഏത് സീരിയൽ നോക്കുമ്പോൾ അമ്മായിയമ്മയും മരുമകളും, അല്ലെങ്കിൽ എങ്ങനെയുള്ള നാത്തൂൻ, ഇങ്ങനെയുള്ളവരുടെ പോരുകൾ, ഇവരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സീരിയലിലൂടെ കാണിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ടാണ് ഇന്നത്തെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇരുന്ന് കണ്ടുപഠിക്കുക. അത് കണ്ടുപഠിക്കുന്നത് കൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർ, അവരുടെ ജീവിതത്തിൽ പല കുടുംബങ്ങളിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഇന്നത്തെ സീരിയലുകൾ ഒരു കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ, ഒരു ഭാര്യയും ഭർത്താവും, ഒരു ഉമ്മയും ബാപ്പയും മക്കളും തമ്മിൽ, ഒരു സഹോദരനും സഹോദരിയും തമ്മിൽ ഇരുന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ, അത്രയും വളരെ മോശമായ രീതിയിലേക്ക് അത് മാറിയിരിക്കുന്നു. ഇതൊക്കെ തെറ്റാണെന്നറിയാത്ത ആരാവുള്ളത്? എന്നാലും എല്ലാവരുടെ വീട്ടിലേക്ക് ചേറി ചെല്ലുമ്പോൾ ബറക്കത്തിന് വലിയ TV വെച്ചിട്ടുണ്ട്. നീ പള്ളിയിലെ സെക്രട്ടറിയാ, പ്രസിഡന്റാ, ഹാജിയാരാ. പക്ഷേ നിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭാര്യയും മക്കളും ഇരുന്നു കൊണ്ട് കാണുന്നു. അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ല, അത് തിരുത്തി കൊടുക്കാൻ കഴിയുന്നില്ല. നിന്റെ മകൻ കീറിയ പാൻറ് വിട്ട് ഔറത്തും തുറന്നിട്ടുകൊണ്ട് അവൻ നടക്കുന്നു. എടാ, ഇത് പാപമാടാ,
ഒരാണിന്റെ ഔറത്ത് മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണ്, അത് തുറന്നിട്ട് കൊണ്ട് നടക്കരുത്. എടാ നീ മാത്രമല്ലടാ, ഇത് കാണുന്നവര് കാണുന്നു, അവര് കണ്ണുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. അവരും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയണം. നീയെ ഇങ്ങനായി പോയി, നാട്ടുകാരെ കൂടെ എന്തിനാ പഴപ്പിക്കുന്നത്? ഇത് പറഞ്ഞു കൊടുക്കാൻ വാപ്പ തയ്യാറാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വാഴ കേൾക്കാൻ വന്നിരിക്കുന്ന പെണ്ണ് അവൾ ഫർദയും ഹിജാബ് വിട്ടുകൊണ്ട് നടക്കും, പക്ഷെ മക്കളിടുന്ന ജീൻസിന്റെ പാന്റും ടീഷർട്ടുമാ. ഈ ഉമ്മയ്ക്കറിയില്ലേ ഒരു മകൾ അത് ധരിച്ചാൽ ഉണ്ടാകുന്ന പ്രയാസം എന്താണെന്ന്? പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല, തിരുത്തി കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ തിരുത്തി കൊടുക്കാതെ വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ വലിയ വലിയ നാശങ്ങളിലേക്ക് കടന്നു പോകുന്നു. ഇന്നത്തെ കല്യാണ വീടുകൾ, പണ്ട് നിക്കാഹ് എന്ന് പറഞ്ഞാൽ അത് വലിയ പുണ്യമായ കർമ്മമായിരുന്നു. എടോ, പെണ്ണ് കാണാൻ പോയി, ഒരു പയ്യൻ ഒരു വീട്ടിൽ പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ പോകുന്നത് നിക്കാഹ് കഴിക്കാനാ. ഇപ്പൊ കാലം മാറി, ഇപ്പൊ നിക്കാഹൊന്നും വേണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കല്യാണം ഉറപ്പിക്കുന്നതിന് വേണ്ടി പണ്ട് നമ്മുടെ വീടുകളിൽ നിന്ന് പെണ്ണുങ്ങൾ പോയിട്ട് ആ പെണ്ണിന്റെ ശരീരത്തൊരു സ്വർണ്ണമിടും കല്യാണം ഉറപ്പിക്കുന്നത് പോലെ. അത് പെണ്ണുങ്ങൾ മാത്രമാ പോകുന്നേ. ഇന്ന് കാലഘട്ടം മാറി. അന്ന് വീട്ടിൽ പോയിട്ട് പെണ്ണുങ്ങൾ, ഉമ്മയും സഹോദരിമാരും അവരെല്ലാവരും കൂടെ പോയിട്ട് പെണ്ണിന്റെ ശരീരത്തൊരു സ്വർണ്ണമിട്ട് ഒരു ഉറപ്പീര് പോലെ ഒരു വാക്ക് കൊടുക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ന് ഓഡിറ്റോറിയം എടുത്തിട്ട് വലിയ പരിപാടികളാ. ഇന്ന് പുതിയാപ്പളയും വരും. പണ്ട് നിക്കാഹ് കഴിക്കാൻ പോയിരുന്ന പുതിയാപ്പള ഇന്ന് സ്വർണ്ണമിടാൻ പെണ്ണുങ്ങൾ പോകുമ്പോ കൂടെ പോകും. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പന്തലും സ്റ്റേജും ഒക്കെ ഉണ്ട്. ഉടനെ പെണ്ണിന്റെ വാപ്പ വിളിക്കുന്നു, വാമോനെ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കെറ്റിയിട്ട് 18ഉം 20ഉം കൊല്ലം പൊന്നുപോലെ വളർത്തിയ പൊന്നുമോളെ അടുത്ത് നിർത്തിയിട്ട് കേറി നിന്ന് ഫോട്ടോ എടുക്കടാ എന്ന് പറഞ്ഞ് ചാരത്ത് നിർത്തുന്ന വാപ്പ. അത് തിരുത്തി കൊടുക്കാൻ ഒരാളും തയ്യാറാകുന്നില്ല. നിക്കാഹ് കഴിക്കാതെ തൊടാൻ പാടില്ലല്ലോ, ഹറാമല്ലേ? ആര് പറഞ്ഞു കൊടുക്കാൻ? എന്ത് ഹറാം ഉസ്താദെ? അത് നിങ്ങൾക്ക് മാത്രം ഹറാമ്. അത് നിങ്ങൾക്ക് നാട്ടുകാരെ കാണിക്കാൻ ഒരു നിക്കാഹ് നടത്തി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു, അത്രേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പോയാൽ എവിടേക്ക് എത്തുമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്ക്. എവിടേക്കാണ് നമ്മുടെ നാട് പോകുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, ഉസ്താദ് ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ പറ്റുമോ? ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ പറ്റും? ഇങ്ങനെ ആയിപ്പോയില്ലേ? എടാ ചങ്ങാതി, കാലഘട്ടത്തിന് ഒരു മാറ്റവുമില്ലടോ. മനുഷ്യനാ മാറ്റം, മനുഷ്യനാണ് മാറ്റം. നീ നാടോടുന്നതിനനുസരിച്ച് നീ ഓടരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, നീ നിൽക്കേണ്ട സ്ഥാനത്ത് നീ നിൽക്ക്. നിന്റെ വീട്ടിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുള്ള അവകാശം നിനക്കാ. ഒരു വീട്ടിൽ എന്ത് ചെയ്യണം, എന്താണ് അവിടുത്തെ നിലപാട്, നീ തീരുമാനിക്കണം. അത് വാപ്പയാ. ഭാര്യയ്ക്ക് പറയാൻ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പരിഗണിക്കേണ്ടത് പരിഗണിക്കണം, അല്ലാത്തത് ഒഴിവാക്കണം. അതല്ലാതെ അവിടെയും ഇവിടെയും അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ വീടുകളിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ അത് നാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ നാണം കെട്ടവനെ പോലെ അള്ളാഹു പരലോകത്ത് കൊണ്ടുവരുന്ന രണ്ടാമത്തെ മനുഷ്യൻ ഒരു വാപ്പയാ, ഒരു പിതാവാ. അള്ളാഹുവേ, ആ പിതാവാരാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു ഭർത്താവാണ്. അവൻ ആരെന്നറിയുവോ? തന്റെ ഭാര്യയും തന്റെ മക്കളും തെറ്റു ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്തവനാ. അത് നിസ്സാരമായി കാണുന്നവനാണ്, അതിനെ നിസ്സാരമായി കാണുന്നവനാണ്. അവനോട് അള്ളാഹു കരുണ കാണിക്കില്ലെന്ന് ആദരവായ എന്റെ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നില്ല. മൂന്നാമതായിട്ട് നബി തങ്ങൾ അവിടെന്ന് പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നാണം കെട്ടവരെ പോലെ കടന്നു വരുന്ന മൂന്നാമത്തെ വിഭാഗമാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, നബി തങ്ങൾ അവിടെന്ന് പറയുന്നു, തജിദു മിൻ ശർരിന്നാസി യൗമൽ ഖിയാമ ഇൻദല്ലാഹി ദിൽ വജ്ഹൈൻ. നബി തങ്ങൾ അവിടെന്ന് പറയുന്ന മൂന്നാമത്തെ വിഭാഗമാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണ്, ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണ്, ഒരു പെണ്ണിനെ കൊണ്ടുവരികയാണ്. അവരുടെ അവസ്ഥ എന്തെന്നറിയുമോ? മൻ കാന ലഹു വജ്ഹാനി ഫിദ്ദുനിയാ കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിനന്നാർ.
നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന മൂന്നാമത്തെ വിഭാഗമാരാ. അവർക്ക് രണ്ട് നാവുകളാണ്. അവരുടെ നാവിങ്ങനെ കീറി രണ്ടാക്കി വച്ചിരിക്കുകയാണ്. തീയാണ് സഹോദരാ, നരകത്തിന്റെ തീയാലുള്ള രണ്ട് നാവുകള്. അവരുടെ മുഖത്തു മാംസമില്ല. അവരുടെ മുഖത്തുള്ള മാംസങ്ങൾ മുഴുവനും ഇങ്ങനെ ഒഴുകുകയാണ്, വെന്തുരുകുകയാണ്. ദുർഗന്ധമടിക്കുന്ന കോലത്തില് അതാ പേ പിടിച്ച നായ കാണാറുണ്ടല്ലോ. ആ നായ ഇങ്ങനെ നാക്ക് നീട്ടിയിട്ട് നടക്കുന്നത് പോലെ അല്ലാഹുവിന്റെ പരലോകത്ത് ഒരു പെണ്ണൊരു മനുഷ്യനെ കൊണ്ടുവരികയാണ്. അവന് രണ്ട് നാവാണുള്ളത്, രണ്ട് തീയാലുള്ള നാവുകൾ. അങ്ങനെ പുഴുത്തു നാറിയവരെ പോലെ കൊണ്ടുവരുന്ന മൂന്നാമത്തെ വിഭാഗമാരാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ദിൽ വജ്ഹൈൻ, രണ്ട് മുഖമുള്ളവരാ, രണ്ട് മുഖമുള്ളവരാ. പടച്ചവനെ ആരാ രണ്ട് മുഖമുള്ളവരാരാ? അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ട് മുഖമുള്ളവരെന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അല്ലാഹുവേ, ജനങ്ങളിൽ ഏറ്റവും വൃത്തികെട്ടവനായ മനുഷ്യന് അല്ലാഹ് തജിദു മിൻ ശർരിന്നാസി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ജനങ്ങളിൽ ഏറ്റവും ശർറായവനവനാ. അവനാരെന്നറിയോ? പടച്ചവനെ, ജനങ്ങളുടെ കൂടെ കൂടുമ്പോ, ഉസ്താദിന്റെ കൂടെ കൂടുമ്പോ പറയും, ഉസ്താദേ നിങ്ങൾ വന്നിട്ട് ഒരുപാട് വർഷമായി, നിങ്ങൾ നല്ല മനുഷ്യനാണ്, നിങ്ങൾ വന്നതിന് ശേഷമാണ് ഈ മഹല്ലിങ്ങനെയായത്. ഉസ്താദിനെ കാണുമ്പോ ഉസ്താദിന്റെ കൂടെ കൂടുമടോ. പടച്ചവനെ, അതാ ഉസ്താദിന്റെ അടുക്കൽ നിന്ന് തിരിച്ചു നടക്കുമ്പോ കമ്മിറ്റിക്കാരെ കാണുകയാണ്. പടച്ചവൻ അവരോട് പറയുന്ന, നിങ്ങൾ നല്ലവനാണ്, ഈ ഖതീബാണ് ഇവിടത്തെ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നത്. അല്ലാഹുവേ, അവനവന്റെ കൂടെ കൂടുകയാണ്. ഇവന്റെ കൂടെ കൂടുമ്പോ അവന്റെ കൂടെ, മറ്റവന്റെ കൂടെ കൂടുമ്പോ അവന്റെ കൂടെ, രണ്ടുപേരുടെയും കൂടെ നിന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ട് തമ്മിലടിപ്പിക്കുന്നവരുണ്ടല്ലോ, യേശനി പറയുന്നവരുണ്ടല്ലോ, പരദൂഷണം പറയുന്നവരുണ്ടല്ലോ, പരസ്പരം തമ്മിലടിപ്പിക്കുന്നവരുണ്ടല്ലോ. സ്നേഹത്തോടെ ജീവിക്കുന്ന ഭാര്യയും ഭർത്താവിനെയും പരസ്പരം തമ്മിലടിപ്പിക്കുകയാ, കൂടപ്പിറപ്പുകളെ തമ്മിലടിപ്പിക്കുകയാ, കൂട്ടുകാരെ തമ്മിലടിപ്പിക്കുകയാ, കുടുംബങ്ങളെ തകർക്കുകയാ, മഹല്ലുകളെ തകർക്കുകയാ. പടച്ചവനെ, എല്ലാവരുടെ കൂടെ കൂടുമടോ. ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞ നാട് മുഴുവനും പറന്നുകൊണ്ട് നടക്കുകയാണ്. യേശുവേ പറയുകയാ, പരദൂഷണം പറയുകയാ. വേണ്ട സഹോദരാ, ആ രണ്ട് മുഖം വേണ്ട സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, നാളെ പരലോകത്ത് കടന്നു വരുമ്പോ രണ്ട് നാവുകളാണ്, നരകത്താലുള്ള രണ്ട് നാവുകൾ. പൊഴുത്തു നാറിയവനെ പോലെ അവനെ കാണുമ്പോ ജനങ്ങൾ ഓടുകയാ. ദുർഗന്ധമടിക്കുന്ന രീതിയില് അല്ലാഹു അവനെ പരലോകത്ത് കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സിറാജ് ഉസ്താദിനെ കാണുമ്പോ പറയും, ഉസ്താദേ അൽഹംദുലില്ലാ, നിങ്ങൾ നല്ല വഅദ് പറയുന്ന ആളാ, നിങ്ങൾ വല്ല വഅദ് പറയുന്ന ആളാ, പടച്ചോനെ നിങ്ങളുടെ വഅദ് ഞാൻ എപ്പോഴും കേൾക്കാം, നല്ല ഇഷ്ടമാ ഉസ്താദേ. അങ്ങോട്ട് മാറുമ്പോ പറയും, ഓനൊക്കെ വെറുതെടാ, ചുമ്മാതെ, ഓനൊക്കെ ചുമ്മാതെ വന്നിട്ട് ലക്ഷങ്ങൾ പറഞ്ഞ് പിരിച്ചിട്ട് തന്നെ കമ്മീഷനും വാങ്ങിച്ചിട്ടാ പോണേ. അങ്ങോട്ട് തിരിയുമ്പോ പറയും. പള്ളിയിലെ ഖതീബിനെ കാണുമ്പോ പറയും, ഖതീബിനെ കാണുമ്പോ പറയും, ഉസ്താദ് നിങ്ങൾ വന്നിട്ടാ ഈ മഹല്ല് ഇങ്ങനായ, നിങ്ങളെ പോലെ ഒരു ഇമാമ കയ്യൊന്ന് തന്നെ മുത്തട്ടെ, കെട്ടിപ്പിടിച്ച് മുത്തും. അങ്ങോട്ട് മാറിയിട്ട് പറയും, പ്രസിഡന്റിനെ കാണുമ്പോ ഇങ്ങനെ പറഞ്ഞു വിടാറായില്ലേ, കൊല്ലം കുറെ ആയില്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെ തമ്മിലടിപ്പിക്കാൻ പറ്റും? കാണുമ്പോ പറയാം, അളിയ ഞാൻ നിന്റെ കൂടെ, അങ്ങോട്ട് തിരിയുമ്പോ പറയും മാറി. രണ്ട് മുഖമുള്ളവർ, രണ്ട് മുഖമുള്ളവർ. എടാ, ഒരു ഭാര്യയും ഭർത്താവും ജീവിച്ചുകൊണ്ടിരിക്കും, അവരുടെ ഇടയിൽ പോയിട്ട് രണ്ടിനെയും രണ്ട് തട്ടാക്കും, എന്നിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. രണ്ട് കൂട്ടുകാരെ തമ്മിലടിപ്പിച്ച് കഴിയുമ്പോൾ ഒരു സമാധാനം. കൂടപ്പുറപ്പുകളെ, എടാ മരിച്ചാ പോലും എന്റെ വീട്ടിൽ കയറല്ലേ എന്ന് പറയുന്ന അവസ്ഥയിലെത്തി എത്തിക്കും ചില ആൾക്കാർ. അങ്ങനെ ചിലർക്ക് ചില വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ പത്രത്തിൽ കൊടുക്കണ പോലെ, ഒരാളറിഞ്ഞാൽ മതി, പിന്നെ നാട് മുഴുവൻ അറിഞ്ഞതുപോലെയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, ഒരാളറിഞ്ഞാൽ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു പെണ്ണറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരക്കഥയാടോ, കഥകളാ. ആകെ പറയുന്ന ചെറിയൊരു കാര്യം,
പിന്നെ നോക്കുമ്പോൾ സിനിമാ കഥകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള തിരക്കഥകൾ ഓരോരുത്തരും ഷെയർ ചെയ്യുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് വറക്കത്തിന് തിരിട്ട് കൊടുക്കും. എല്ലാവരും ഓരോ വാക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോവാ കാലഘട്ടം, അങ്ങനെയാ. ഒരു വാർത്ത കിട്ടിയാ മതി, അത് സത്യമാണോ എന്നൊന്നും ആരും നോക്കത്തില്ല. കാള പറ്റൂ 5 ഗ്രൂപ്പിലിട്ടും. കാള പറ്റൂ എന്ന് കേൾക്കുമ്പോ അടുത്തുള്ള 5 മൊബൈലിലുള്ള 5 വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ടാ ചിന്തിക്കണം, അല്ല കാളയല്ലേ, അത് പ്രസവിക്കൂല. അപ്പത്തേക്കെല്ലാം പോകേണ്ടത് എത്തിക്കഴിഞ്ഞു, എത്തേണ്ടവർക്ക് എത്തിക്കഴിഞ്ഞു. എന്റെ പ്രിയട പറയുന്നത് സത്യമാണോ? അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ച് ആരും ആലോചിക്കുന്നില്ല. എടോ, ഈ ഒരു വിഷയത്തിൽ എല്ലാരും കണക്ക് തന്നെയാണ്. ഇങ്ങനെയുള്ള വിഷയത്തിൽ, ഈ ഏഷണിയും പരദൂഷണവും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിൽ അവിടെ ആലിമെന്നോ ജാഹിലെന്നൊന്നുമില്ല, എല്ലാവരും കണക്ക് തന്നെയാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരോട് ഖുർആൻ പറയുന്നു, നീ സൂക്ഷിക്കണം, നീ സൂക്ഷിക്കണം. നിനക്കറിയാത്ത കാര്യം നീ പറയരുത്, നിനക്കുറപ്പില്ലാത്ത കാര്യം നീ പറയരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ നബഉൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുക, എടോ, നിന്റെ അടുക്കൽ ഒരു വാർത്തയുമായിട്ടൊരു മനുഷ്യൻ വന്ന, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾക്കും അടുത്തോടോ? നിങ്ങൾക്കും അടുത്തോ? സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും സുഖമില്ല. ഒന്നാമത് പനിയും കഫക്കെട്ടും. ഇന്നലെ വയനാട് നിന്നിട്ട് നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ചിട്ട് മഞ്ഞു കൊണ്ടിട്ട് ഒട്ടും വയ്യ. എന്തെന്നറിയില്ല, ഇന്ന് രാവിലെ കിടന്നുറങ്ങിയപ്പോൾ ശരീരത്ത് എവിടെയോ ഒന്ന് കയറി ലോക്കായി. സത്യം പറഞ്ഞാൽ എനിക്ക് അനങ്ങാൻ വയ്യ, കയ്യും കാലും ഒന്നും, ശ്വാസം പോലും നല്ല രീതിയിൽ വിടാൻ കഴിയുന്നില്ല. അള്ളാഹു നമുക്ക് ശിവ നൽകുമാറാകട്ടെ. പക്ഷെ ഇവരെ വിളിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞാൽ അവര് പറയും മരിച്ചാലും ഒന്ന് കൊണ്ട് വെച്ചിട്ട് പോകാൻ പറയും. ഡേറ്റ് കൊടുത്താലുള്ള അവസ്ഥ എന്താ? മരിച്ചു എന്നാ ഒന്ന് മയ്യത്ത് കയറ്റി വെച്ചിട്ട് പോകും, ഇതാ അവസ്ഥ. അതുകൊണ്ട് എൻ്റെ പ്രിയ സത്യം പറഞ്ഞാൽ ശ്വാസം വിടാൻ തന്നെ നല്ല പ്രയാസമുണ്ട്. അള്ളാഹു രോഗങ്ങൾക്കൊക്കെ ശിവ നൽകുമാറാകട്ടെ. ഒരാമീൻ പറയടോ. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വാർത്തയുമായിട്ട് നമ്മുടെ ഒരാൾ നമ്മുടെ അടുക്കൽ വന്നു. ചിലപ്പോ താടി കാണും, ചിലപ്പോ തഴമ്പുണ്ടാകും, ചിലപ്പോ ഇമാമാകും, ചിലപ്പം പ്രസംഗിക്കുന്ന ആളായിരിക്കും, ആരുമാകട്ടെ. അല്ല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ. ഒരു മോശമായ ഒരാൾ, ഒരു വൃത്തികെട്ടവൻ, അവൻ ഏത് കോലത്തിലും വരും, അവൻ ഏത് രൂപത്തിലും വരും. ചിലപ്പോ കയ്യിൽ തസ്മീം പിടിച്ചുകൊണ്ട് നടക്കണ, ഹിജാബും അതിന്റെ മുകളിൽ കൂടെ വേറെ എന്തെങ്കിലും ഇടാൻ പറ്റുന്ന അങ്ങനത്തെ താത്തായിരിക്കും, ബീവി എന്ന് പറയും. ചിലപ്പോ ആരുമാകട്ടെ, ഒരാൾ വാർത്തയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നൊരു കാര്യം പറഞ്ഞ, നീ അത് ആരോടും പറയരുത്, നീ ആരോടും അത് പറയരുത്. കാരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ആ കേട്ടത് 4 പേരോട് പറഞ്ഞു ഒരാളെ നാണം കെടുത്തി. ആ നാണം കെടുത്തിയതിനു ശേഷമാണ് നിനക്ക് തോന്നുന്നത്, പടച്ചവനെ ഇത് വെറുതെ ആയിരുന്നല്ലോ. അല്ലാ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിന്റെ വായിക്കകത്ത് കൈയിട്ട് കടിക്കേണ്ടി വരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടോ, കൺഫേം ഇല്ലാതെ ഒരു കാര്യം പറയരുത്. ഒരു ഉദാഹരണം, പച്ച ഉടുപ്പിട്ട ചങ്ങാതി, അവനെ ഇരുത്തടാ, നീ എന്താ ഇരിക്കാത്ത? ചങ്കിന്റെ കൂടെ ഇരിക്കത്തുള്ളൂ, ഇരുന്നോ കേട്ടോ. മഹാനായ സയ്യിദുന അബൂ തൽഹ റളിയല്ലാഹു തആല, ഞാൻ ഒരു ചരിത്രം പറഞ്ഞുതരാം. അബൂ തൽഹ റളിയല്ലാഹു തആല രാത്രിയിൽ ഇശാ നിസ്കാരം എല്ലാം കഴിഞ്ഞ് താമസിച്ചിട്ടാണ് അന്ന് വീട്ടിൽ പോകുന്നത്. അബൂ തൽഹ റളിയല്ലാഹു തആല താമസിച്ച് ഇങ്ങനെ വീട്ടിൽ പോകുമ്പോ ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഒരാള് തലയിൽ തുണിയിട്ടിട്ട് ഇങ്ങനെ പതുങ്ങി പതുങ്ങി പോകുന്നു. ആ പോക്ക് കണ്ടാൽ തന്നെ അറിയാൻ നല്ലതല്ലാന്ന്. അപ്പൊ ഈ മനുഷ്യൻ ചിന്തിക്കുന്നു, ആരാ അല്ലാ ഇത്? ഉമർ രാജ്യം ഭരിക്കുന്നത്, സാധാരണ ആരുമല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല രാജ്യം ഭരിക്കുമ്പോ ഇത് ആരല്ല ഈ പാതിരാത്രി ഇങ്ങനെ തലയിൽ തുണിയിട്ട് പോണേ? അങ്ങ് നോക്കണമല്ലോ, അതാരാന്നറിയണമല്ലോ. കൂടെ പോയി അങ്ങനെ നടന്ന് 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 ആരാരുമില്ലാതെ ഒറ്റയ്ക്കുള്ള ഒരു വീടിന്റെ മുമ്പിൽ പോയി. ആരുമില്ലാതെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു വീടിന്റെ മുമ്പിൽ പോയി. പടച്ചവനെ, ഈ അബൂ തൽഹ റളിയല്ലാഹു തആല പുറകിൽ ഇങ്ങനെ പോയി, ആരാന്നറിയണില്ല. അങ്ങനെ ഈ അബൂ തൽഹ തങ്ങളെ നോക്കുമ്പോ ഈ വീടിന്റെ മുമ്പിൽ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ചു നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, ആരുമില്ല. അനുവാദം പോലും ചോദിക്കാതെ വാതിൽ തുറന്നിട്ട് അകത്തേക്ക് കയറി. അപ്പൊ ആ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ഈ കേറിപ്പോകുന്ന ആളുടെ മുഖം കണ്ടു. ആരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി
രാത്രി തലയിൽ തുണിയിട്ടൊരു വീട്ടിൽ കയറി പോകുന്ന രംഗം അബൂതൽഹ തങ്ങളുടെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. ഉമറോ അല്ലാ, ഉമറോ അല്ലാ. ആരാ അല്ലാ ഉമറിനെ കീഴ്പ്പെടുത്തിയ ആ പെണ്ണാരാ? അള്ളാഹുവെ, ഉമറിന്റെ മനസ്സിൽ കയറിയ പെണ്ണാരാ? അബൂതൽഹ തങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, കയ്യും കാലും വിറയ്ക്കുന്നുണ്ട്. പക്ഷെ ആരെയും വിളിച്ചു കൂട്ടുകയോ ഒന്നും ചെയ്തില്ല. അത് നമ്മുടെ സ്വഭാവം. കണ്ടാൽ തന്നെ പിന്നെ നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടും. അത് നമ്മുടെ സ്വഭാവം. അബൂതൽഹ റളിയല്ലാഹു തആല മിണ്ടിയില്ല, പുറത്തിങ്ങനെ കാത്തു നിന്നു. ഒരുപാട് സമയമായിട്ടും പുറത്തിറങ്ങി വരാതെ വന്നപ്പോ ആ വീടിനൊരടയാളം വെച്ചിട്ട് അബൂതൽഹ തങ്ങൾ വീട്ടിൽ പോയി. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അങ്ങനെ അവസാനം എപ്പോഴോ ഉറക്കം വന്നു. നേരം വെളുത്ത് പള്ളിയിലേക്ക് ഓടി ചെന്നപ്പോ ഇമാമത്ത് നിൽക്കുന്നതാരാ? ഇന്നലെ രാത്രി ഒളിച്ചൊരു വീടിനകത്ത് കയറിയ ചങ്ങാതിയ ഇമാമ നിൽക്കണേ. പുറകിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ലടോ. ഒരു മനസ്സിന് സമാധാനം ഇല്ല. സലാം വീട്ടി അബൂതൽഹ റളിയല്ലാഹു തആല മിണ്ടാതെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ആ അടയാളം വെച്ച വീട്ടിൽ പോയി. ആ അടയാളം വെച്ച വീട്ടിൽ പോയി അബൂതൽഹ റളിയല്ലാഹു തആല വീടിന്റെ പുറത്ത് നിന്നുകൊണ്ട് സലാം പറഞ്ഞു. പടച്ചവനെ, അവിടെ നിന്ന് നോക്കുമ്പോ അകത്ത് നിന്ന് കേൾക്കുന്നത് ഒരു പെണ്ണിന്റെ ശബ്ദമാ. അപ്പൊ പെണ്ണാണെന്നുറപ്പായി. ആ വീടിന്റെ അകത്തൊരു പെണ്ണാണെന്നുറപ്പായി. തിരിച്ചു പോയില്ല, ആരോടും പറഞ്ഞില്ല. അബൂതൽഹ തങ്ങൾ ചോദിച്ചു, ഞാൻ കേറി വരട്ടെ? അനുവാദം ചോദിച്ചു. വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു പ്രായം ചെന്ന ഒരു ഉമ്മ കിടക്കുകയാണ്. ഒരു പ്രായം ചെന്ന ഉമ്മ കിടക്കുന്നു. അബൂതൽഹ റളിയല്ലാഹു തആല ചോദിച്ചു, ഉമ്മാ, ഇന്നലെ ഇവിടെ വന്നത് ആരാ ഉമ്മ? എന്താ ഉമ്മ, ഇന്നലെ രാത്രി ഒരാൾ ഇവിടെ വന്നത്? അപ്പൊ പറഞ്ഞു, മോനെ, എല്ലാ ദിവസവും ഒരാൾ വരും, എന്നെ കുളിപ്പിക്കും, എന്റെ മൂത്രവും കാഷ്ടവും കഴുകും, എന്റെ വസ്ത്രം കഴുകിത്തരും, എനിക്ക് ഭക്ഷണം വെച്ച് തന്നിട്ട് തിന്നാനും പല്ലില്ലാത്തത് കാരണം ആ മോൻ വായിക്കകത്തിട്ട് ചവച്ചരച്ചിട്ട് എനിക്ക് ഭക്ഷണം വാരിത്തരും. ആ ഉമ്മയോട് അബൂതൽഹ തങ്ങൾ ചോദിച്ചു, അത് ആരാണെന്നറിയോ? എനിക്കറിയില്ല മോനെ, എനിക്കറിയില്ല ആരാണെന്ന്. എത്രയോ നാളുകൊണ്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, മോനെ നീ ആരാ, നീ ആരാ? അത് മാത്രം പറഞ്ഞു തരുന്നില്ല. അബൂതൽഹ റളിയല്ലാഹു തആല പറഞ്ഞു, ഉമ്മ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു, അത് ഉമർ തങ്ങളാ. അബൂതൽഹ തങ്ങൾ ഇറങ്ങി ഓടി. അബൂതൽഹ റളിയല്ലാഹു തആല ഇറങ്ങി ഓടി. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പൊരുത്തം തരണം. കാരണം കുറച്ചു നേരം ഞാൻ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിച്ചു പോയി. നിങ്ങളൊരു പാവിയാണെന്ന്, നിങ്ങളൊരു മോശക്കാരനാണെന്ന് ഒരല്പനേരമെങ്കിലും ഞാൻ ചിന്തിച്ചു പോയി. എനിക്ക് പൊരുത്തം തരണേ എന്ന് കൈപിടിച്ച് കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിച്ചു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കേവലം ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഈ വാരത്തിന്റെ പരിസരത്തുള്ള ഒരു പെൺകുട്ടി ഒരു അമുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് നിങ്ങൾ കരുതുക. എന്നാൽ തിരുവനന്തപുരത്ത് കിടക്കുന്ന, പത്തനാപുരത്ത് കിടക്കുന്ന എനിക്ക് വരെ അറിയാം. വാട്സപ്പിലൂടെ ഫോട്ടോ സഹിതം വിട്ടിട്ട് നിങ്ങൾ പറയും ഒളിച്ചോടിപ്പോയെന്ന്. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ നാട്ടിലെ ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോയത് ആ കുടുംബവും ആ നാടുമല്ല, കേരളം മുഴുവനും അറിയുന്ന രീതിയിൽ എല്ലാവരും ഷെയർ ചെയ്യും, ഫോട്ടോ ഉൾപ്പെടെ. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്ക്, ആ ചെയ്തു പോയ പെണ്ണ് അള്ളാഹുവിന്റെ മുമ്പിൽ എനിക്ക് അബദ്ധം പറ്റിപ്പോയി പടച്ചവനെ, എനിക്ക് പുറത്തുതാ എന്ന് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തു. ആ പെണ്ണ് അള്ളാഹുവിന്റെ മുമ്പിൽ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അള്ളാഹു ആ പെണ്ണിന് പുറത്തു കൊടുക്കും. ആ പെണ്ണ് തെറ്റിതിരുത്തി റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തു, നന്നായി തെറ്റിതിരുത്തി. നീ എന്ത് ചെയ്യും? ഈ വാട്സപ്പിൽ ഷെയർ ചെയ്തവന്മാര് മുഴുവനും എവിടെ പോയി തൗബ ചെയ്യും? നിങ്ങൾ എവിടെ പോയി പൊരുത്തം ചോദിക്കും? അള്ളാഹുവിന്റെ വിശുദ്ധമായ കഅബാലയത്തിൽ പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. ആ പെണ്ണിനോട് തന്നെ നിങ്ങൾ പൊരുത്തം ചോദിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് എപ്പോഴും ശ്രദ്ധിക്കാൻ പറയുന്നത്. അത് നിസാരമായ കാര്യമല്ല. ഒരാളെ നാണം കെടുത്തുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സിറാജെ ചെയ്തതല്ലേ പറഞ്ഞുള്ളൂ? അതൊരു വല്ലാത്ത ചോദ്യവാ. ചെയ്തതല്ലേ പറഞ്ഞുള്ളൂ. എടാ, ചെയ്തത് പറഞ്ഞെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നിസാരമായിട്ടോ കാര്യമല്ല. എന്റെ പെണ്ണുങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങളെല്ലാം കൂടെ, അയൽവാസികളെല്ലാം കൂടെ ഒരുമിച്ച് കൂടുമ്പോ നിങ്ങൾ കഥ പറയുന്നത് നിങ്ങൾ വല്ലാതെ ശ്രദ്ധിക്കണം. എടോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളെ നാണം കെടുത്താൻ പാടില്ല. നിങ്ങൾ ചിന്തിക്ക്, ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ സങ്കല്പിക്ക്. നിങ്ങളെല്ലാവരും അറിഞ്ഞു ഞാനൊരു പാപം ചെയ്തു, കള്ളു കുടിച്ചെന്നോ അല്ലെങ്കിൽ വ്യഭിചരിച്ചെന്നോ നിങ്ങൾ അറിഞ്ഞു. നിങ്ങളെല്ലാവരും എന്നെ കണ്ടു, നിങ്ങളെല്ലാം അറിഞ്ഞു. അങ്ങനെ കുറേ നാള് കഴിഞ്ഞു. ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ പശ്ചാത്തപിച്ചു മടങ്ങി, പടച്ചവനെ എനിക്ക് പറ്റിപ്പോയി, റബ്ബേ നീ പുറത്തു താ. അല്ല കരുണയുള്ളവനാ, അല്ല പുറത്തു തന്നു.
പക്ഷെ പിന്നീട് ഒരു സമയത്ത് ഞാൻ ഇവിടെ വന്നപ്പോ നിങ്ങൾ പറയാ പണ്ട് പിടിച്ചവനവൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും എന്നെ കളിയാക്കിയാൽ നിങ്ങൾ എഴുതി വെച്ചോ, എടോ ഒരാളെ 4 പേരുടെ മുമ്പിൽ നിങ്ങൾ നാണം കെടുത്തിയാൽ 40 പേരുടെ മുമ്പിൽ അള്ളാഹു നിങ്ങളെയും നാണം കെടുത്തും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ 4 പേരുടെ മുമ്പിൽ ഒരാണാകട്ടെ, പെണ്ണാകട്ടെ, കുടിയനാകട്ടെ, വ്യഭിചാരിയാകട്ടെ, കൊലപാതകയാകട്ടെ, അവൻ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും നിങ്ങൾ 4 പേരുടെ മുമ്പിൽ അവൻ തൗബ ചെയ്ത് നന്നായി 4 പേരുടെ മുമ്പിൽ നീ അവനെ നാണം കെടുത്തിയ അവൻ അള്ള പുറത്തു കൊടുക്കും. നീ ഓർത്തിരുന്നോ, നീ വീടിന്റെ അകത്തിരുന്ന് ചെയ്താലും അള്ളാഹു അത് നാട്ടുകാരെ അറിയിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സൂക്ഷിക്കണം, ഭയക്കണം. നിസ്സാര കാര്യമല്ല. നീ ആരും അറിയാതെ രഹസ്യമായി വീടിന്റെ അകത്തിരുന്ന് ചെയ്താലും അത് പരസ്യമാക്കും അല്ലാഹ്, അത് നാട്ടുകാരെ അറിയിക്കുമല്ല. കാരണം നീ ഒരു മനുഷ്യന്റെ കണ്ണ് നനയിച്ചവനാ, ഒരാളെ നാണം കെടുത്തിയവനാ. അത് അത്രയ്ക്കും വലിയ പാപവാ, ചെറുതൊന്നുമല്ല. നമുക്കത് ചെറുതായി പോയി. അതുകൊണ്ട് എങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്ക, ഇറച്ചി തിന്നാനൊരു സുഖവാ. കണ്ടവന്റെ ഇറച്ചി ഇങ്ങനെ പച്ച ഇറച്ചി തിന്നുന്നത് വല്ലാത്ത ഒരു രസമാ. അവിടെ ഇവിടെയും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ പറയും പടച്ചവന്. ചില വാപ്പാമാര് നിസ്കാരം കഴിഞ്ഞു, വാപ്പാനെ കാണുമ്പോ വലിയ സങ്കടവാ. വേച്ച് പള്ളി വരും, കമ്പം കുത്തിയാ വാപ്പ വരുന്നേ. നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് അസർ കഴിയുമ്പോ പള്ളിയുടെ പടിയിൽ അങ്ങോട്ട് ഇറങ്ങിയിരുന്നിട്ട് അങ്ങോട്ട് തുടങ്ങും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങോട്ട് പറയാൻ തുടങ്ങും. 4 പെണ്ണുങ്ങൾ കൂടി കഴിഞ്ഞാൽ പറയാൻ തുടങ്ങും. കല്യാണം മുടക്കുന്നവരില്ലേ? കല്യാണം ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ കല്യാണം മുടക്കുന്നു ഉസ്താദെ, ഒന്ന് പറയണേ എന്ന്. എന്ത് പറയാനാ? മുടക്കുന്നത് മുടക്കട്ടെ, അള്ളാഹു മന്ദിരമാറാകട്ടെ. കല്യാണം ഇവിടെ അങ്ങനെ ഉണ്ടോ? കല്യാണം മുടക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ? മുടക്കട്ടെടാ ചങ്ങാതി. എടാ, നമ്മളെ എന്തെല്ലാം പറയുന്നു ആൾക്കാര്. നമ്മളെ കുറിച്ച് പറയുന്നവന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. എന്നെ കുറിച്ച് പറയുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ എന്താ ആമീൻ പറയാൻ മടിക്കുന്നേ? ഓ നശിക്കാൻ വേണ്ടി ദുആ ചെയ്യണോ? വേണ്ടടോ, ഓൻ ആഫിയത്തും ദീർഘായുസ് ഉണ്ടാകട്ടെ. അവൻ പറയണ എന്താ? സിറാജ, നീ ചെയ്യുന്ന നന്മ കൊണ്ട് എന്തായാലും സ്വർഗത്തിൽ പോത്തില്ല, എന്റെയും കൂടെ തരാമെന്ന് പറയുമ്പോ വേണ്ടെന്ന് പറയുന്നത് എന്തിനാ? എടാ, നിങ്ങളോട് ഒരാൾ പറയാ നീ ചെയ്യുന്ന നന്മ കൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല, എന്റേത് കൂടെ തരാം, വേണ്ടാന്ന് പറയുന്നത് എന്തിനാ? ഓൻ എത്ര നിസ്കരിച്ചാലും, എത്ര സദക്ക കൊടുത്താലും, എത്ര നോമ്പ് പിടിച്ചാലും അത് നമുക്കുള്ളതാ. അപ്പൊ ഓൻ നല്ലപോലെ ചെയ്യട്ടെ. അള്ളാഹു ദീർഘായുസ്സ് കൊടുത്തിരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ സ്വഭാവം ഒഴിവാക്കണം. അത് ചെറിയ പാപമല്ലടോ, അത് നിസാര പാപമല്ല. അതുകൊണ്ട് പെങ്ങളെ, നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണം. സംസാരിക്കുമ്പോൾ അവരും അല്ലാഹുവും തമ്മിൽ തീർക്കട്ടെ. പാപം ചെയ്താൽ അവൻ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചാൽ അല്ലാഹു പുറത്തു കൊടുക്കുമല്ലോ. ആ പറയുന്നവനും ഒരു ഭാര്യയുണ്ടല്ലോ, അവനും മക്കളുണ്ടല്ലോ, അവനും കൂടപ്പറപ്പുണ്ടല്ലോ. എന്തേ ചിന്തിക്കാത്തത്? ആ പറയുന്ന മനുഷ്യനെ ഒരാളെ സമൂഹത്തിന്റെ മുമ്പിൽ നാണം കെടുത്തിയിട്ട് നിനക്കെന്ത് നേടാനാ? എന്റെ ചെറുപ്പക്കാരോട് ചോദിക്കുകയാണ്, മോനെ, ഒരു പെണ്ണിനെ നാണം കെടുത്തിയിട്ട് നിനക്കെന്ത് കിട്ടാനാ? എന്തേ നിനക്ക് കിട്ടാനുള്ളത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ. മോളെ, എത്ര വലിയ സൽക്കർമ്മവുമായി നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ നന്മകളെടുത്ത് അവന് കൊടുക്കുകയാണ്. ഇവൻ എന്നെ വേദനിപ്പിച്ചവനാ പടച്ചവന്, എന്നെ കളിയാക്കിയവനാ പടച്ചവന്, എന്നെ ചീത്ത വിളിച്ചവനാ പടച്ചവന്, എന്നെ നാണം കെടുത്തിയവളാ തമ്പുരാന് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ നിന്റെ നന്മകൾ മുഴുവനും അല്ലാഹു എടുത്ത് അവന് കൊടുക്കുകയാണ്. അവസാനം നിന്റെ നന്മകൾ തീർന്നുപോയി, ആ മനുഷ്യന്റെ പാപം നിന്റെ തലയിൽ കെട്ടിവെക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ കടന്നു വരുമ്പോ നാണം കെട്ടവരെ പോലെ കടന്നു വരുന്ന 3ാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അവര് 2 മുഖമുള്ളവരാ, അവര് 2 മുഖമുള്ളവരാ. പെങ്ങളെ, നിസാര പാപമല്ല പോളെ.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ജീവിതകാലം മുഴുവനും പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താൽ ആ പാപം പൊറുക്കൂല പെണ്ണേ. കള്ളു കുടിച്ചാൽ അല്ല പുറത്തു തരും, വ്യഭിചരിച്ചാൽ അല്ല പുറത്തു തരും, പലിശ തിന്നാൽ അല്ല പുറത്തു തരും, എന്ത് തോന്നിമാസം കാണിച്ചാലും അല്ലാഹു പുറത്തു തരും. കാരണം അല്ലാഹു ഗഫൂറാ, അല്ലാഹു റഹീമാ. അള്ളയും അടിമയും തമ്മില്, യജമാനനും അടിമയും തമ്മില് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല കരുണയുള്ളത് കാരണം പുറത്തു തരും. പക്ഷേ അടിമയുമുള്ളത് നമ്മൾ തന്നെ തീർക്കണേ. അതുകൊണ്ട് വാല് പറയാം, വാല് കേൾക്കാമെന്നവരോട് പറയുകയാ, സ്വാപാ പൊരുത്തം ചോദിക്കണമെങ്കിൽ ചോദിച്ചോ. നാളെ ഇവിടത്തെ പള്ളിയുടെ മുമ്പില് നിന്റെ ജനാസ കൊണ്ടുവച്ചിട്ട് ഇമാമ് പറയുകയാ, ഈ മനുഷ്യൻ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ, നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കണേ. അതിലൊരു കാര്യവുമില്ലടോ, അതിലൊരു കാര്യവുമില്ലടോ. അപ്പോഴല്ല സഹോദരാ, മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവച്ചിട്ടല്ല പൊരുത്തം ചോദിക്കേണ്ടത്. നീ കളിയാക്കിയവൻ ഈ മജ്‌ലിസിൽ ഇരിക്കുന്നുണ്ടല്ലോ, നീ വേദനിപ്പിച്ചവൾ ഈ മജ്‌ലിസിൽ ഇരിക്കുന്നുണ്ടല്ലോ, നിന്റെ കണ്ണിന്റെ മുമ്പിലൂടെ ഇറങ്ങി പോകുമല്ലോ. ഓടിച്ചെന്നിട്ട് പറഞ്ഞു കൊടുക്കൂ, ഓടിച്ചെന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് പറയണം, ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞു പോയി, നിങ്ങളെ കുറിച്ച് വേദനിപ്പിച്ചു പോയി, എന്റെ കയ്യിൽ നിന്ന് വന്ന ഒരു തെറ്റാണ്, എനിക്ക് പുറത്തു തരണേ എന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് പൊരുത്തം ചോദിക്കൂ പെങ്ങള്. അല്ലാതെ മരിച്ചതിന് ശേഷമല്ല ചോദിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നാണം കെടുത്തിയിട്ട് കൊണ്ടുവരുന്ന മൂന്നാമത്തെ വിഭാഗമാരാ. അവര് രണ്ട് മുഖമുള്ളവരാ, അവര് രണ്ട് മുഖമുള്ളവരാ. അവരെ അല്ലാഹു നാണം കെടുത്തിയിട്ട് പരലോകത്ത് കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നാലാമത്തെ വിഭാഗമാരെന്നറിയോ? നാലാമത്തെ വിഭാഗമാരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാലാമത്തെ വിഭാഗമാരെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം, അല്ലാഹുവിന്റെ ഖുർആൻ. ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ അതിനെ അവഗണിക്കുന്നവരുണ്ടല്ലോ, നിസാരമായി കാണുന്നവരുണ്ടല്ലോ. ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് നിങ്ങളോട് അർത്ഥം പറഞ്ഞു തരുമ്പോ ഇതൊക്കെ പിരിക്കാൻ വെറുതെ പറയുന്നതാടാ എന്ന് പറഞ്ഞുകൊണ്ട് നിസാരമാക്കുന്നവർ, പരിഗണിക്കാത്തവർ, അതിന് സ്ഥാനം കൊടുക്കാത്തവർ, അതിന് നിസാരമായി കാണുന്നവരുണ്ടല്ലോ. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അവര് നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന രംഗം എങ്ങനെയെന്നറിയുമോ? ഖാല റബ്ബി ലിമ ഹസർതനി അമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. നാലാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് അതിനെ നിസാരമാക്കുന്നവർ, അതിനെ ബഹുമാനിക്കാത്തവർ, അതിനെ പരിഗണിക്കാത്തവർ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഖുർആനിലെ ഓരോ ആയത്തുകൾ ഓതിയിട്ട് ഉസ്താദന്മാർ അർത്ഥം പറഞ്ഞു തരും. ഇതിലേ കേൾക്കും, ഇതിലേ കളയും. ആ പരിശുദ്ധമായ ഖുർആൻ അങ്ങനെ കേട്ട് കളയാനുള്ളതല്ല, നിനക്ക് നന്നാകാൻ വേണ്ടിയാ അള്ളാഹു ഖുർആൻ തന്നത്. ആ ഖുർആൻ അള്ളാഹു ഇറക്കി തന്നത് നമുക്ക് സന്മാർഗമായിട്ടാണ്. അപ്പൊ ആ ഖുർആനിൻ്റെ അകത്ത് അള്ളാഹു പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാതെ ഇങ്ങനെ കേട്ട് കളഞ്ഞാൽ ഇതല്ലേ നിസാരം. ഖുർആനെ കുറിച്ച് നമ്മൾ എന്തേ ചിന്തിക്കുന്നത്? വലിയ പരിഗണന ഒന്നുമില്ല. എടോ, നബിതങ്ങൾ ഒരിക്കൽ സഹാബത്തിനോട് ചോദിച്ചു,
നരകത്തിൽ പോകുന്ന ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. 2 ചോദ്യമാ ചോദിച്ചേ. സ്വർഗത്തിൽ പോകുന്ന ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. സഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ? സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്ന വഴി, വഅള് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ റോഡിൽ ഒരു കല്ല് കിടക്കുന്നു. ജനങ്ങൾ നടന്നു പോകുന്ന റോഡിൽ ഒരു കല്ല് കിടക്കുന്നു, ഒരു കുപ്പി കിടക്കുന്നു, ഒരു കമ്പ് കിടക്കുന്നു. ആ കല്ലെടുത്ത് നീ മാറ്റിയാൽ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. എന്നിട്ട് ചോദിച്ചു, നരകത്തിൽ പെട്ടെന്ന് പോകുന്ന ഒരു വഴി പറഞ്ഞു തരട്ടെ. സഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ? എന്താ നബിയെ? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നു കളഞ്ഞാൽ മതി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഖുർആനിലെ ഒരുപാട് സൂറത്തുകൾ നിങ്ങൾ കാണാതെ പഠിച്ചിട്ടില്ലേ? ഈ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രയോ സൂറത്തുകൾ, എത്രയോ ആയത്തുകൾ പഠിച്ചവരാ. ഈ പഠിച്ച സൂറത്തുകളും ആയത്ത് അത് നമ്മൾ നോക്കാറില്ല. കാരണം ഖുർആനല്ലേ, അത് ഉസ്താദന്മാർക്കുള്ളതല്ലേ. അത് നമ്മൾ നിസാരമായി കാണുകയാ. ഇവിടെ ഖുർആൻ ഓതുന്ന സമയം എത്ര ബഹുമാനിക്കണം. കിബിലിയുടെ നേരെ ഇരുന്ന് വേണം ഓതാൻ. ഖുർആൻ ഓതുമ്പോൾ ഒതുവെടുത്തിട്ട് വേണം ഓതാൻ. ഖുർആൻ ഓതുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല. അത്രത്തോളം ബഹുമാനിക്കണം ഖുർആനിനെ. നമുക്ക് ആ ഖുർആനിന് വലിയ സ്ഥാനമൊന്നുമില്ല. ഖുർആൻ പറയുന്നത്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ, നമ്മുടെ വീടിൻ്റെ അകത്തിരിക്കുന്ന ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ പേടിച്ചിട്ട് ആ പർവ്വതങ്ങൾ പോലും പൊടിഞ്ഞു പോകുമായിരുന്നു. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ പേടിച്ചിട്ട്, നമുക്കെന്ത് പേടി? നമ്മുടെ വീടിൻ്റെ അലമാരിയുടെ മുകളിൽ ഇങ്ങനെ പൊടിയടിച്ച് കിടക്കുന്നുണ്ട് ഖുർആൻ. മരിക്കണം ആരെങ്കിലും അതൊന്ന് എടുക്കണമെങ്കിൽ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിക്കുന്ന സമയത്ത് എടുക്കാനുള്ള ഒരു ഗ്രന്ഥമായി ഖുർആൻ മാറി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് പലരും ചോദിക്കാറുണ്ട്, ഉസ്താദെ എൻ്റെ ജീവിതം മുഴുവനും തകർന്ന് തരിപ്പണമായി, സാമ്പത്തികമായി തകർന്നു, മാനസികമായി തകർന്നു ഉസ്താദെ, കുടുംബമൊക്കെ പോയി ഉസ്താദെ, സന്തോഷമില്ല, സമാധാനമില്ല, എന്തേ ഉസ്താദെ അതിൻ്റെ കുഴപ്പം? ഈ ഫാൻ എനിക്ക് വേണ്ടപ്പോൾ ബക്കറ്റ് എടുക്കാൻ സമയമായോ? ഇൻഷാ അല്ലാഹ് ബക്കറ്റ് എടുത്തോ എല്ലാവരും. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എല്ലാവരും അവരവരുടെ കയ്യിലുള്ള ഒരു സദക്ക എടുക്കണോ. എല്ലാവരും അവരവരുടെ കയ്യിലുള്ള ഒരു സദക്ക എടുത്ത്, നിങ്ങളുടെ ആരുടെയെങ്കിലും പൈസ അള്ളാഹിക്ക് വേണോ? അള്ളാഹിക്ക് ആരുടെ 5 നയാ പൈസ വേണ്ട. ഈ പൈസ കൊടുക്കുന്നത് കൊണ്ടുള്ള നേട്ടം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ 5 രൂപയാണ് കൊടുക്കുന്നതെങ്കിലും 1 രൂപയാണ് കൊടുക്കുന്നതെങ്കിലും ആ കൊടുക്കുന്നത് കൊണ്ടുള്ള നേട്ടം നിങ്ങൾക്കാണ്. നബിതങ്ങൾ പറഞ്ഞു, അസ്സദഖതു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും. നിനക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ, മാരകമായ രോഗങ്ങൾ, സത്യം പറഞ്ഞാൽ പനി പടരുന്നത് പോലെ ക്യാൻസർ പടരുകയാണ്. ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്ത് ഷഹീർ ബദരി, അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ എന്നെ കാണാൻ വന്ന് ഓട്ടോ ഓടിച്ചു. മാനന്തവാടിയിൽ നിന്ന് ഓട്ടോ ഓടിച്ചു വന്ന ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ വന്നു, സംസാരിച്ചു. ഉസ്താദെ, 12 വർഷമായി ഞാൻ കിഡ്നി രോഗിയാണ്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. 12 കൊല്ലമായി, കല്യാണം പോലും കഴിച്ചിട്ടില്ല. അപ്പൊ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, കിഡ്നി മാറ്റിവെച്ചോ? മാറ്റിവെച്ചു ഉസ്താദെ, കിഡ്നി മാറ്റിവെച്ചു, പക്ഷെ അത് ഫെയിലായി പോയി. എന്തേന്ന് ചോദിച്ചു. ഉസ്താദെ, മരുന്ന് കഴിച്ചില്ല ഞാൻ. ആ ചെറുപ്പക്കാരൻ പറയുക, ഗുളിക കഴിച്ചില്ല, ഗുളിക കഴിക്കാത്തത് കാരണം വെച്ച കിഡ്നി ഫെയിലായി പോയി. അപ്പൊ ചോദിച്ചു, എന്തേ ഗുളിക കഴിക്കാത്ത? ആഴ്ചയിൽ 5000 രൂപയുടെ ഗുളിക വേണം ഉസ്താദെ, എൻ്റെ കയ്യിൽ എവിടെ നിന്നാ? ഒരാഴ്ചയിൽ 5000 രൂപ വേണം ഗുളിക വാങ്ങാൻ. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കാരണം ഓരോ ദിവസവും കഴിക്കേണ്ടത് 2-3 ദിവസം കൂടുമ്പോഴാണ് ഞാൻ മേടിച്ച് കഴിക്കുക. 12 കൊല്ലമായിടോ ആ സഹോദരൻ്റെ കിഡ്നി പോയിട്ട്. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. എത്ര പൈസ പോയി ഇടോ. ഇതുപോലെ ഓരോ രോഗികൾ. പുതിയ പഠനം പറയുന്നത് 9 പേരിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന. പുതിയ പഠനം പറയുന്നത് 9 ആളിൽ ഒരാൾക്ക് ക്യാൻസർ. ഇതുപോലെ ക്യാൻസർ പടരുന്നു എന്തെല്ലാം രീതിയിൽ. ഇന്നലെ ഞാൻ വഅദ് പറയുന്ന സദസ്സിൽ
ഒരു കാരുണ്യ പ്രവർത്തകൻ പറയുകയാ, ശരീരത്തിൽ ക്യാൻസർ വന്നിട്ട് വേദന സഹിക്കാൻ കഴിയാതെ ചൂടുള്ള ഇസ്തിരി എടുത്തിട്ട് ശരീരത്ത് വെക്കുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ ചൂടുള്ള ഇസ്തിരി എടുത്തിട്ട് ശരീരത്തിൽ വെക്കുന്നു. അത്രയ്ക്കും വേദന. ഇങ്ങനെ എത്രയോ രോഗികളെ നമ്മൾ കാണുന്നു. ചിരിയും കളിയുമായിട്ട് നമ്മളൊക്കെ നടക്കുന്നു. നമ്മുടെ കിഡ്നി പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മുടെ കരൾ പ്രവർത്തിക്കുന്നുണ്ടോ? നമുക്ക് ട്യൂമറുണ്ടോ? നമുക്കറിയില്ല. എന്തെല്ലാം മാരക രോഗങ്ങളാ ചിലപ്പോ അവസാന ഘട്ടത്തിൽ അറിയുന്നേ. പെട്ടെന്ന് കൊണ്ടുപോയി അപ്പോഴാ പറയുന്നേ എല്ലാം കഴിഞ്ഞു, അവസാന സ്റ്റേജായി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്തിട്ട് ചികിത്സിക്കും. അതുകൊണ്ട് സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി കടന്നു വരുന്നു. നിങ്ങൾക്കറിയാം എന്തിനാ വരുന്നത് എന്ന്. ഒരു നല്ല ആഗ്രഹത്തോടെ, വലിയ ഒരു ആഗ്രഹത്തോടെയാണ് അവർ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. നിന്റെ പോക്കറ്റിലിരിക്കുന്ന പൈസ എടുത്തിട്ട് നീ ബക്കറ്റിലിടുമ്പോൾ അള്ളാഹുവിനോട് പറയണം, പടച്ചവനെ, എൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ രോഗത്തിൻ്റെ അണുക്കളുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് നീ അത് കരിച്ചു കളയണം. അള്ളാഹ് എന്നെ അറുത്തു മുറിക്കരുത്. ഏത് രോഗമാണെങ്കിലും ഒരു പനിയാക്കി നീ എന്നെ മാറ്റണം എന്ന നല്ല ഒരു നീയത്തോടെ എൻ്റെ കയ്യും കാലും മുറിക്കരുത്, എൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മുറിച്ചെടുക്കരുത്. അള്ളാഹുവേ, ഈ സദക്കയിലൊരു ബറക്കത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന നല്ല ഒരു നീയത്തോടെ എല്ലാവരും ഒരു സദക്ക അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സ്വീകരിക്കണേ തമ്പുരാനെ, അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവന്. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ തമ്പുരാന്. മാരകമായ ഏതെങ്കിലും രോഗത്തിൻ്റെ അണുക്കൾ ഇവരുടെ ശരീരത്തിലുണ്ടോ? ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാഹുവേ. കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സഹോദരാ, ഉള്ളത് കൊടുക്ക സഹോദരാ. ഒരിക്കലും നിനക്ക് നഷ്ടമാകില്ല. ഈ കൊടുത്തതിൻ്റെ പേരിൽ ഒരിക്കലും നിനക്ക് നഷ്ടമാകില്ല. നിനക്ക് വല്ലാത്ത പ്രതിഫലമാണ്. കൊടുത്തെന്ന് പറഞ്ഞ് ഒരാളുടെയും ഒന്നും കുറഞ്ഞു പോകാറില്ല. കൊടുത്തെന്ന് പറഞ്ഞ് ഒരാൾക്ക് ഒരിക്കലും ഒന്നും കുറഞ്ഞു പോകാറില്ല. കൊടുക്കുന്നതിനനുസരിച്ച് കൂടുകയല്ലാതെ കുറയുകയില്ല. സഹോദരാ, നിന്റെ വീട്ടിലൊരു കിണറുണ്ടല്ലോ, ആ കിണറ്റിൻ്റെ അകത്ത് നിന്ന് ഒരു കൊല്ലം നീ വെള്ളം കോരാതെ ഇരിക്കുകയാണ്. ഒരു കൊല്ലം നീ വെള്ളം കോരുന്നില്ല. കോരാതെ ഇരുന്നാൽ വെള്ളം നിറയണമല്ലോ. എന്നാൽ ഒരു കിണറും നിറയുകയില്ല. എന്നാൽ നീ കോരുന്നതിനനുസരിച്ച് വെള്ളം ഇങ്ങനെ വർദ്ധിക്കുകയാണ്. കോരുന്നതിനനുസരിച്ച് അല്ലാഹു നിനക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സദക്കയെന്ന് പറയുന്നത്. അത് കൊടുക്കുന്നതിനനുസരിച്ച് അല്ലാഹു നിനക്ക് വർദ്ധിപ്പിക്കുകയാണ്. നിന്റെ സമ്പത്തിൽ ബറക്കത്തുണ്ടാവുകയാണ്. നിന്റെ ജോലിയിൽ ബറക്കത്തുണ്ടാവുകയാണ്. നിന്റെ വീട്ടിൽ ബറക്കത്തുണ്ടാവുകയാണ്. നിന്റെ കുടുംബജീവിതത്തിൽ ബറക്കത്തുണ്ടാവുകയാണ്. അല്ലാഹു നിനക്ക് സമാധാനമുള്ള ജീവിതം തരികയാണ്. മക്കളെ, നല്ല മരണം അല്ലാഹു തരികയാണ്. നിനക്ക് അല്ലാഹു സ്വർഗം തരികയാണ്. ഇതാണ് സദക്ക കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം. പക്ഷേ ഇന്ന് പലർക്കും മനസ്സില്ലാതെ പോയടോ. സദക്ക കൊടുക്കാൻ പലർക്കും മനസ്സില്ല. സഹോദരാ, സദക്ക കൊടുക്കണമെങ്കിൽ നീ തീരുമാനിച്ചാ പോരാ. പെങ്ങളെ, നീ തീരുമാനിച്ചാ പോരാ. ഈ ബക്കറ്റ് നിന്റെ മുമ്പിൽ വരുമ്പോ എന്തെങ്കിലും ഒരു സദക്ക കൊടുക്കണമെന്ന് നീ തീരുമാനിച്ചാ പോരാ. അല്ലാഹു തീരുമാനിക്കണം. അല്ലാഹു
അല്ലാഹു ഇഷ്ടപ്പെടണം. അല്ലാഹു തീരുമാനിച്ചവർക്ക് മാത്രമേ സദക്ക കൊടുക്കാൻ കഴിയൂ. കാരണം 70 ശൈത്താന്മാരെ കയ്യിൽ പിടിക്കുകയാണ്. 1 രൂപ സദക്ക കൊടുക്കാൻ തീരുമാനിക്കുന്നവന് 70 ശൈത്താന്മാരെ കയ്യിൽ പിടിച്ചിട്ട് പറയുമോ കൊടുക്കരുത്, കൊടുക്കരുത്. മക്കൾ വളർന്നു വരികയാണ്, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം. പടച്ചവനെ മനതാ ഇബ്ലീസ് ഇതൊക്കെ പറയുകയാണ്. ആ 70 ശൈത്താന്മാരെ പരാജയപ്പെടുത്തിയാല് ഒരു മനുഷ്യന് 1 രൂപ സദക്ക കൊടുക്കാൻ കഴിയൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നല്ല കാര്യത്തിന് വേണ്ടിയാ സഹോദരാ, നല്ല കാര്യത്തിന് വേണ്ടിയാണ്. പടച്ചവനെ വർഷങ്ങളായി നിങ്ങളുടെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന, വർഷങ്ങളായി പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന, ആര് മരിച്ചാലും വീട്ടിൽ വന്ന് ദുആ ചെയ്യുന്ന, നിങ്ങളുടെ നിക്കാഹുകൾ നടത്തി തരുന്ന, പടച്ചവനെ നിങ്ങൾക്കെല്ലാം ഇമാമായി വർഷങ്ങളായി നിങ്ങളുടെ പള്ളിയിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ ഉസ്താദിനെ നിങ്ങൾക്കറിയുമല്ലോ. ചിരിക്കുന്ന മുഖത്തോടെ നിങ്ങളുടെ ഇടയിലൂടെ കളിച്ചും ചിരിച്ചും നടക്കുകയാണ്. ആ മനുഷ്യന്റെ മനസ്സ് നിങ്ങൾക്കറിയാൻ കഴിയാതെ പോകരുത്. ആ ചിരിയും കളിയും ഇട്ടിരിക്കുന്ന വസ്ത്രമൊന്നുമല്ലടോ. ആ പാവപ്പെട്ടവന്റെ യഥാർത്ഥ ജീവിതം എന്താണെന്ന് നിങ്ങളോട് പറയാൻ വന്നിട്ടില്ല. പടച്ചവനെ സ്വന്തമായൊരു ഭവനമില്ല, 1 സെന്റ് ഭൂമിയില്ല, വാടക വീട്ടിലാണ് കിടക്കുന്നത്. പടച്ചവനെ പെൺകുട്ടികളും ആൺകുട്ടികളും പഠിക്കുകയാണ്. അല്ലാഹുവേ, ആ ഉസ്താദ് എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നിങ്ങളിൽ പലരും അറിയാതെ പോകുന്നടോ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവര്, ആ പാവപ്പെട്ട ഉസ്താദ് ആവശ്യപ്പെട്ടിട്ടല്ല, പടച്ചവനെ ആ ഉസ്താദിന് 5 സെന്റ് ഭൂമിയെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കണമല്ലോ. ആ ലക്ഷ്യത്തോടെ ഈ പരിപാടിയിൽ എന്ത് കിട്ടിയാലും അത് ഉസ്താദിന്റെ വീട് വെക്കുന്നതിന് വേണ്ടി പടച്ചവനെ 5 സെന്റ് ഭൂമി കിട്ടിയാൽ പടച്ചവനെ നല്ലതാണല്ലോ. ആ നീയത്തോടു കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സാധാരണ ഒരു മനുഷ്യനല്ല, ആലിമാണ്, ഇൽമു പഠിച്ച മനുഷ്യനാണ്, ഖുർആൻ പഠിച്ച മനുഷ്യനാണ്. അല്ലുലമാ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികളാ, അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ് ആലിമീങ്ങള്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ ഏക്കർ കണക്കിന് സ്ഥലമുള്ളവരുണ്ടല്ലോ സഹോദരാ, ഒരുപാട് സ്ഥലമുള്ളവരുണ്ടല്ലോ. ഉസ്താദ് ടൗണിൽ വേണമെന്ന് പറഞ്ഞില്ലല്ലോ. പടച്ചവനെ വഴിയുള്ള വണ്ടി കയറി പോകാൻ പറ്റുന്ന ഒരു സൗകര്യത്തില് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ ആ പാവപ്പെട്ടവന് 5 സെന്റ് ഭൂമി കൊടുക്കാൻ കഴിയില്ലേ സഹോദരാ? അല്ലാഹു സമ്പത്ത് നൽകിയ ഒരുപാട് പേരില്ലേ, അല്ലാഹു നൽകിയ ഒരുപാട് പേരില്ലേ. ആർക്കാ നീ കൊടുക്കുന്നത്? കള്ള് കുടിച്ച് നടക്കുന്നവനല്ല, വ്യഭിചരിച്ച് നടക്കുന്നവനല്ല, അല്ലാഹനെ മറന്നു നടക്കുന്നവനല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച, ഹദീസ് പഠിച്ച് നിസ്കരിക്കുന്ന, വെള്ള ജുബ്ബയും തൊപ്പിയും ധരിച്ച് റബ്ബിന്റെ മുമ്പിൽ ജീവിക്കുന്ന ഒരു ആലിമായ മനുഷ്യനാ സഹോദരാ. ഒരിക്കലും നഷ്ടമാകില്ല പെങ്ങള്, ഒരിക്കലും നഷ്ടമാകില്ല ഉമ്മമാര്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും ഒന്ന് വിചാരിച്ചാൽ, എല്ലാവരും ഒന്ന് വിചാരിച്ചാൽ, ആ പാവപ്പെട്ട ഗുരുനാഥൻ നിങ്ങളെ പഠിപ്പിച്ചതല്ലേടാ ചെറുപ്പക്കാരാ. നിന്നെ നിസ്കരിക്കാൻ പഠിപ്പിച്ച, നിന്നെ ഖുർആൻ ഓതാൻ പഠിപ്പിച്ച, പടച്ചവനെ നിന്നെ പൊന്നുപോലെ കൊണ്ട് നടന്ന നിന്റെ ഗുരുനാഥനല്ലേ. എന്തേ ചിന്തിക്കാത്തത്? എന്തേ ചിന്തിക്കാത്തത്? ആ മനുഷ്യന്റെ ഒരു വാക്കു മതിയടാ പൊന്നുമോനെ. ഉസ്താദിന്റെ ഒരു ദുആ മതി നീ രക്ഷപ്പെടാൻ. നിന്നെ ഇൽമു പഠിപ്പിച്ച ഗുരുനാഥൻ തലയുടെ മുകളിൽ കൈവച്ചിട്ട് പറയുകയാ, അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. മതിയടാ ചെറുപ്പക്കാരാ, ഗുരുനാഥന്റെ ദുആയോളം വലുത് വല്ലാത്തതാണ്. ഈ വഅദ് പറയുന്ന ഞാനുണ്ടല്ലോ, ഈ സിറാജ് ഇങ്ങനെയാകാൻ കാരണം എൻ്റെ ഗുരുനാഥനാണ്, എൻ്റെ ഉസ്താദിന്റെ ദുആയാണ്, എൻ്റെ ഗുരുനാഥന്റെ ദുആയാണ്. പടച്ചവനെ ഇന്നലെ വഅദ് പറയുമ്പോ എൻ്റെ ഉസ്താദിനെ സ്റ്റേജിൽ ഇരുത്തിയിട്ടാണ് എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു
പഠിപ്പിച്ചു തന്ന, എന്നെ ഹിഫ്ള് പഠിപ്പിച്ച എന്റെ ഗുരുനാഥനെയാണ് ഇന്നലെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് വഅദ് പറഞ്ഞത്. ഉസ്താദ് എന്നെ കുറിച്ച് പറഞ്ഞപ്പോ എന്ത് സന്തോഷമെന്നറിയോ? ഉസ്താദ് ദുആ ചെയ്യുമ്പോ എന്റെ ഗുരുനാഥൻ എനിക്ക് വേണ്ടി എന്റെ ഗുരുനാഥൻ ദുആ ചെയ്യുന്നത് കണ്ടപ്പോ കണ്ണ് നിറഞ്ഞു പോയി സഹോദരാ, കണ്ണ് നിറഞ്ഞു പോയി സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, കൊടുത്തെന്ന് പറഞ്ഞൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകില്ല. അത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകില്ല. അത് ജാരിയായ സദഖയാ, അത് ജാരിയായ സദഖയാ. SKSSF മക്കൾക്ക് തോന്നിയല്ലോ സഹോദരാ.